മെൻ്റൽ ഹെൽത്താണ് സത്യം പറഞ്ഞാൽ ഇന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഏറ്റവും വലിയ പ്രശ്നം മെൻ്റൽ ഹെൽത്താണ്. ഈസ് എ പേഴ്സണാലിറ്റി, ഇതൊക്കെ സൈക്കോളജിക്കൽ ആസ്പെക്ട്, അവൻ്റെ ഹെൽത്ത് ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരിക്കലും അവനോട് പറയരുത് നിൻ്റെ ഫ്രണ്ട്സ് കൊള്ളില്ല, നിനക്ക് ഫ്രണ്ട്സ് വേണ്ട. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ മാർക്ക് എന്ന് എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ട്. എൻട്രൻസിന് സ്കോർ വരുമ്പോൾ ബോയ്സ് ആർ സ്കോറിങ് ബെറ്റർ ദാൻ ഗേൾസ്. പക്ഷേ അക്കാഡമിക്കിൽ വരുമ്പോഴത്തേക്കും തിരിച്ചാണ്. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ പുകവലിക്കുക എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ആണുങ്ങൾക്ക് ഒപ്പം ആവാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെയാണോ ഒപ്പം ആവുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാത്തോളം കാലം ഐ എം നോട്ട് റീച്ചിങ് എനിവേ. ചില പേരൻസ് പറയാറുണ്ട് കുട്ടികൾ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷെ മാർക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പം അതിനുള്ള റീസൺ എന്തായിരിക്കും? അപ്പോൾ ഏറ്റവും വലിയ കാര്യം കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് പുറകോട്ട് പോകുന്നത്. ഈ കോൺസെൻട്രേഷൻ എന്തുകൊണ്ട് ഇല്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻ ഒരു ഫാക്ടറാണ്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുന്നത് റൈറ്റ് ഫ്രം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മൾ ബ്രെയിന് കൊടുക്കുന്ന ഫുഡ്. ഞാൻ പറഞ്ഞില്ല, ബ്രെയിൻ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ എനർജി ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുഡ് കമ്പോണൻറ്റ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ഒമേഗ 3, അങ്ങനെ പല സാധനങ്ങൾ. അത് ന്യൂട്രീഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും എന്ത് ടൈപ്പ് ഫുഡാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഒരു ഏജ് അനുസരിച്ച് കീപ് ചേഞ്ച്. അപ്പോൾ ബ്രെയിനിന് ബ്ലഡ് സർക്കുലേഷൻ കൊടുത്താൽ മാത്രമേ അവിടെ ഓക്സിജൻ വരത്തുള്ളൂ. അതൊരു സിമ്പിൾ സയൻസാണ്. ബ്രെയിനിൽ ഓക്സിജൻ വരണമെന്നുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടണം. ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടണമെന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. അപ്പോൾ വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും തലയിൽ ഫ്രഷ് ബ്ലഡ് വരുന്നില്ല. അപ്പോൾ എക്സസൈസ് വേണം, നമ്മുടെ ഫുഡ് കറക്റ്റ് ആയിരിക്കണം, റെസ്റ്റ് വേണം. റെസ്റ്റ് ഇല്ലാത്ത ബ്രെയിനിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്താണ് സത്യം പറഞ്ഞാൽ ഇന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഏറ്റവും വലിയ പ്രശ്നം മെൻ്റൽ ഹെൽത്താണ്. നമ്മുടെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞു ഇപ്പോൾ എന്ത് കാര്യത്തിനും പൊട്ടിത്തെറിയാണ്, എല്ലാവരും പൊട്ടിത്തെറിക്കും. പാത്രം എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും. ഇതെല്ലാം ഇതിൻ്റെ റിഫ്ലക്ഷൻസാണ്. അത് മെൻ്റൽ ഹെൽത്തിൻ്റെ സൈഡ് എഫക്ട്സ് വരുന്നതാണ്. മെൻ്റൽ ഹെൽത്ത് ക്യാൻ ക്രിയേറ്റ് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ പ്രൊലോങ്ഡ് വൺ. അപ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അത് അവിടെയാണ് ഞാൻ പറയുന്നത്. സംഗതി ഇവരുടെ ഹോബീസ്, ഇവരെ പുറത്ത് വിടുക, കളിക്കാൻ എൻകറേജ് ചെയ്യുക, നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. അവർ പൊട്ടിച്ചിരിക്കട്ടെ, അവർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ആ ടീച്ചറിൻ്റെ കുറ്റമായിരിക്കാം, അയലോകക്കാരൻ്റെ കുറ്റമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ലെറ്റ് ദം ചിൽ ഔട്ട്. അത് നല്ല കാര്യത്തിനാണെങ്കിൽ, പോസിറ്റീവ് കാര്യത്തിനാണെങ്കിൽ വി ഷുഡ് എൻകറേജ് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? ചിലർക്ക് പറയും, ചിലർ യോഗ ചെയ്യുന്നവരുണ്ട്, ചിലർ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ചിലർ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വാട്ട് എവർ വർക്ക്സ്. ഞാനിതിനൊന്നിനും എതിരല്ല. ഓരോ വ്യക്തിക്കും തീരുമാനമുണ്ട്, അവൻ്റെ വിശ്വാസത്തിനും അവൻ്റെ ചിന്താഗതികൾക്കും അനുസരിച്ച്. പക്ഷേ എനിക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട്, അവന് മനസ്സമാധാനം കിട്ടണം. അതിന് വേണ്ടത് എന്താണ് ചെയ്യുക. ഒരിക്കലും ഒരു പീസായിട്ട് ഒരു കുട്ടിയെ കാണരുത്. ഈസ് എ പേഴ്സണാലിറ്റി, ഈസ് സൈക്കോളജിക്കൽ ആസ്പെക്ട്, അവൻ്റെ ഹെൽത്ത് ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരിക്കലും അവനോട് പറയരുത് നിൻ്റെ ഫ്രണ്ട്സ് കൊള്ളില്ല, നിനക്ക് ഫ്രണ്ട്സ് വേണ്ട. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. പക്ഷേ നമ്മൾ അവനെ നല്ല ഫ്രണ്ട്സ് കണ്ടുപിടിക്കാൻ ഉള്ള ഹെൽപ്പ് കൊടുക്കണം. അത് കൊടുക്കാതെ ഇഫ് ഹി ഫൈൻഡ്സ് എ റോങ് ഫ്രണ്ട്സ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും മെൻറ്ററിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് വ്യത്യാസം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. രണ്ടും കുട്ടികളാണ്, ഒരേ പ്രായത്തിൽ വളർന്നു വരുന്ന കുട്ടികളാണ്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫാക്ടറാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോൾ അത് പ്രകടമായിട്ട് കാണാൻ പറ്റും. പെൺകുട്ടികൾ കുറച്ചുകൂടെ നേരത്തെ മച്ചുവറാവും. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടി ബിഹേവ് ചെയ്യുന്നതും 8ലെ ആൺകുട്ടി ബിഹേവ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഈ ആൺപിള്ളേർ ദേ പെർഫോം ബെറ്റർ. അതിന് കാരണം എന്താണ്? ഒട്ടുമുക്കാലും പെൺകുട്ടികളും ഈ പഠിച്ച രീതി ശരിയല്ല. അവരെനിക്ക് ഒന്ന് കുറച്ചുകൂടെ മകപ്പ് ചെയ്യുന്നതും അങ്ങോട്ട് ചെന്ന് ഒമിറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പെൺകുട്ടികളുടെ ഡിസ്കഷനിലും വാച്ച് ചെയ്ത കാര്യമാണ്. ഉമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആലമ്പ് നടന്നിട്ട് അവസാനം എൻട്രൻസിന് സ്കോർ വരുമ്പോൾ ബോയ്സ് ആർ സ്കോറിങ് ബെറ്റർ ദാൻ ഗേൾസ്. പക്ഷേ അക്കാഡമിക്കിൽ വരുമ്പോഴത്തേക്കും തിരിച്ചാണ്. എല്ലായിടത്തും പോയി പെൺപിള്ളേരാണ് റാങ്കുകളെല്ലാം സ്കോർ ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ മാർക്ക് എന്ന് എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഈ മലയാളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു കോമൺ പ്രോബ്ലമാണ്.
എങ്ങനെയെങ്കിലും മാർക്ക് സ്കോർ ചെയ്യണം. സോ സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനോട് ആയപ്പോഴത്തേക്കും തീർന്നു. പല സ്കൂളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളെല്ലാം കട്ട് ചെയ്ത ശേഷമാണ് ആ അവരുടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അത് ചിലയിടത്തൊക്കെ ആൺകുട്ടികൾക്ക് കളിക്കാൻ സമയം കൊടുക്കും, പെൺകുട്ടികൾക്ക് കൊടുക്കത്തില്ല. നോട്ട് കറക്റ്റ്. ദേ ആർ ഈക്വൽ. വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കണ്ട ഒബ്സർവേഷൻ ദർ ഇസ് നോ ഡിഫറൻസ്. അത് കോർപ്പറേറ്റ് വേൾഡിൽ ചെന്ന് കഴിയുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. സം ജോബ്സ് ഐ എം ഫൈൻഡിങ് ദ ലേഡീസ് ആർ മോർ എഫക്റ്റീവ് ദാൻ മെൻ. ചില ജോബ്സിൽ ആണുങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചിലപ്പം ഫിസിക്കൽ എക്സർഷൻ കൊണ്ട് ജോലിയായിരിക്കാം, ചിലപ്പോൾ ഓവർ ടൈമിൽ ട്രാവൽ ചെയ്യേണ്ട ജോബുകളായിരിക്കാം, അൺനോൺ പ്ലേസിൽ പോകണം, സേഫ്റ്റി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ദർ ഇസ് നോ ഡിഫറൻസ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ള കൾച്ചറിൽ ഒട്ടും യോജിക്കാത്ത രീതിയിൽ, ഉദാഹരണം ഞാൻ ബാംഗ്ലൂർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ പുകവലിക്കുക എന്നുള്ളതാണ്. ആൺപിള്ളേർ പുകവലി നിർത്തി, ഇവർ ചുമ്മാ പുകയാണ്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ പുറത്ത് റോഡിലൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സങ്കടം തോന്നും. വാട്ട് ഡു ദേ ട്രൈ ടു അച്ചീവ്? അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ആണുങ്ങൾക്ക് ഒപ്പമാകാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെയാണോ ഒപ്പമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ്. പുക വലിച്ചുകൊണ്ട് അവരെ ഒപ്പമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ. അപ്പം ഇന്നത്തെ കാലത്ത് പേരൻസിന് പിള്ളേർ മാതൃഭാഷ സംസാരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണ് അവർക്കത് കൂടുതൽ പ്രൗഡാവുന്നത്. അപ്പം മാതൃഭാഷ കുട്ടികൾ പഠിക്കുന്നതിൻ്റെയും അത് സംസാരിക്കുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്? ഭാഷ കൾച്ചറിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ്. ഏത് ഭാഷ നമ്മൾ മാതൃഭാഷ എന്ന് പറയുന്നത് മലപ്പാലിൻ്റെ കൂടെ കിട്ടുന്നൊരു സാധനമാണ്. അപ്പം ആ കൾച്ചറൽ അപ്ബ്രിങ്ങിൽ ഭാഷയ്ക്കൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും തീരുന്നില്ല. ഈ കൾച്ചർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നമ്മുടെ കാരണവന്മാരിൽ നിന്ന് കിട്ടുന്ന കൾച്ചറാണ്. അത് പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ്. കുട്ടികളുടെ ഫോർമേഷനിൽ ഇപ്പം റിമോട്ട് ഇപ്പോൾ വേറെ രാജ്യങ്ങളിൽ ആണെങ്കിൽ പോലും, ഏത് രാജ്യത്ത് പോയാലിരിക്കട്ടെ, ഏത് സിറ്റിയിൽ ജീവിച്ചാലും നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ വിശ്വാസം, മതവിശ്വാസം ആയിക്കോട്ടെ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് കിട്ടുന്നത്. ഏർലി സ്റ്റേജിൽ നമ്മൾ എന്താണ് ഭാഷയോ മതമോ എല്ലാ വിശ്വാസങ്ങളെല്ലാം വരുന്നത് അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പിന്നെ അവന് ഒരു തെലുങ്കിനെ കാണുമ്പോൾ ഒരു തെലുങ്ക് ഐഡൻറ്റിറ്റി നല്ലതെന്ന് തോന്നും. പക്ഷെ കഴിയുമ്പോൾ തോന്നും ഒരു പഞ്ചാബി ഐഡൻറ്റിറ്റി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ കഴിയുമ്പം വേറെ ഇപ്പോൾ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടർക്കിഷ് പെൺകുട്ടിയുള്ള ആ ഐഡൻറ്റിറ്റിയാണ് നല്ലത്. പക്ഷെ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാത്തോളം കാലം ഐ എം നോട്ട് റീച്ചിങ് എനിവേ, റൈറ്റ്? മറ്റ് ഐഡൻറ്റിറ്റികൾ മോശമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആരായിരിക്കുന്നു, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത് ഭാഷയിൽ വലിയൊരു ഫാക്ടറാണ്. ഞാനിപ്പോൾ നാട്ടിൽ വന്നു പോലും പലപ്പോഴും കുട്ടികൾ അത് കാണുന്നുണ്ട്. ഇവിടുത്തെ പേരൻസ് പോലും ഇംഗ്ലീഷ്, എൻ്റെ കുട്ടി ഇംഗ്ലീഷിൽ വെച്ചിരിക്കുന്നു, എനിക്കത് കേട്ടപ്പോൾ കരച്ചിലേ വരുന്നു. കാരണം വേർ ആർ വി ഗോയിങ്, റൈറ്റ്? സ്വന്തം കൾച്ചറും സംസ്കാരവും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊരു നാട്ടിൻ്റെ കൾച്ചറും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വി ആർ ഓൾ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൻസ്. ഏത് രാജ്യത്ത് പോയി നോക്കിയോ അവിടെ നമ്മൾ സെക്കൻഡ് ഗ്രേഡാണ്. ഫസ്റ്റ് ഗ്രേഡ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സ്റ്റേറ്റിലും മാത്രമേ ഉള്ളൂ. സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ എത്തി, നമ്മൾ ജോലി ചെയ്യുന്നു, സം ഓഫ് ദം ആർ ഡൂയിങ് റിയലി വെൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ രാജ്യക്കാരും നമ്മുടെ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവർ, അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്. നമുക്കാണ് അപ്രീസിയേഷൻ കുറവ്. സോ അത് ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ഒരു അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കുട്ടി ഉണ്ടായ തൊട്ട് അത് ഞാൻ പറഞ്ഞാൽ മലയാളം വീട്ടിൽ പറയുക. ഇപ്പോൾ ഒരു പാർട്ട്ണർ മലയാളി അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാംഗ്ലൂരൊക്കെ ഞാൻ കാണാറുണ്ട്, ഒരു മലയാളി പോയി ബംഗാളിയും പഞ്ചാബിയും കല്യാണം കഴിക്കും, പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഓൺലൈൻ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ മലയാളം ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. കാരണം ലോക്കലി ഒരു മലയാളം മാഷിനെ, ഇപ്പം വെളിയിൽ പോകുന്ന ആൾക്കാർക്ക് മലയാളം ഭാഷനെ കിട്ടാൻ പാടാം, പക്ഷേ ഓൺലൈനിൽ കിട്ടും. സാറ് പറഞ്ഞല്ലോ മാതൃഭാഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. ഇപ്പം നമ്മുടെ വിങ് ബേർഡ്സിലും നമ്മൾ എല്ലാ ട്യൂഷനുകളും കൊടുക്കുന്നുണ്ട് മാതൃഭാഷ. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സും നമ്മൾ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു സാധ്യതകളാണ്, വേറൊരു ലോകം നമുക്ക് തുറന്നു തന്നു. അത് താങ്ക്സ് ടു കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഈ ഫീൽഡിലേക്ക് മാറില്ലായിരുന്നു. ഞാൻ കുറേ യൂണിവേഴ്സിറ്റികളുടെ ഗവേണിംഗ് കൗൺസിലും അക്കാഡമിക് കൗൺസിലും ഒക്കെ ഇരുന്ന് കറണ്ട് ട്രെൻഡ് വാട്ട് ഐ എം സീയിങ് ഈസ് ഈവൻ ഇൻ ഹയർ എഡ്യൂക്കേഷനിൽ പോയാൽ പോലും അവരും ഈ റെഗുലർ ക്ലാസ്സസ് എല്ലാം തന്നെ
ഓൺലൈൻ അവരുടെ LMS എന്ന് പറയും, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കംപ്ലീറ്റ് മാറ്റി. ക്ലാസ് റൂംസ് ആർ മോർ ഓഫ് ജസ്റ്റ് ഡിസ്കഷൻ, സംടൈംസ് ഒരു കേസ് സ്റ്റഡി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അത് എല്ലാ തലത്തിലും ഇതിൻ്റെ ഒരു സാധ്യതകൾ യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന, മാഡം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ആരാണ്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള NRI കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഒരു സാധ്യതയാണ്. കാരണം വേറൊരു റിമോട്ട് സ്ഥലത്ത് പോയിരുന്ന് പലതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസറ്റാണ്. ഇത്തരം സാധ്യതകൾ ഉള്ള പ്രസ്ഥാനങ്ങൾ കൂടുതൽ വരണം. നമുക്ക് കോമ്പറ്റീഷൻ വരണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന. കാരണം ഈ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് അവർക്ക് നിങ്ങൾ വഴി ഒരു ലോകം തുറന്നു കിട്ടുകയാണ്. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഐ തിങ്ക് യു ഷുഡ് ഇന്നോവേറ്റ് ഫർദർ, റിഫൈൻ, ഫോക്കസ് ഓൺ ദ ക്വാളിറ്റി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി കൊടുക്കാമെന്ന് അത്ര എളുപ്പമല്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Wingbuds, your complete online tutor.